ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. മോസ്റ്റ്ലി വീക്കെൻഡിൽ ഞാൻ ലേണിംഗ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ഒരു ലേണിംഗ് വീഡിയോ ആണ് ഇത്. ബട്ട് ഇത് ഒരു പാറ്റേൺ ബേസ്ഡ് വീഡിയോ ആയിരിക്കുള്ളൂ. മാർക്കറ്റിൽ ഒത്തിരി പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. നമ്മൾ ഇതെന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ. ട്രയാങ്കിൾ പാറ്റേൺസ് ഒത്തിരി ടൈപ്പ് ഉണ്ടാവാറുണ്ട്. ഇതൊരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ്ങിൽ പ്രൈസ് സ്ക്വീസ് ആയിരിക്കും, ചെറുതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്ക്വീസ് ചെയ്ത് മീൻസ് പ്രൈസ് വലുതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പ്രൈസ്. ദാറ്റ് മീൻസ് ട്രയാങ്കിളുടെ ആ ഒരു മൗത്ത് വലുതായിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ചെറിയ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ആ റേഞ്ച് കൂട്ടും. അപ്പോൾ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഈ ഒരു എക്സ്പാൻഡ് ട്രയാങ്കിൾ പാറ്റേൺ. നമുക്ക് നേരത്തെ അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശരിക്കും നമ്മൾ അതിനകത്ത് എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത് അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ലേണിംഗ് വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. മോസ്റ്റ്ലി എൻ്റെ ഫോക്കസ് അത് തന്നെയാണ്. ലേൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ മെയിൻ എൻ്റെ ഫോക്കസ് അത് തന്നെ. നമ്മൾ ഇപ്പോൾ അപ്കമിങ് യൂത്ത് അവർക്ക് ശരിക്കും പ്രൈസ് ആക്ഷൻ മാത്രമേ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമേ അവർ നോക്കാറുള്ളൂ. ബാക്കി പാറ്റേൺസ് പിന്നെ എല്ലിയറ്റ് വേവ് തിയറി ഇതൊക്കെ ഒന്നും അവർ ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് മസ്റ്റായിട്ട് എല്ലാവരും കൂടി പഠിക്കണം. കാരണം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താലേ കുറച്ച് നാൾ പിടിക്കും. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മുമ്പിലോട്ടൊരു ഇതിനകത്ത് എന്തെങ്കിലും ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ഒത്തിരി വരുന്ന യൂത്ത്, ഒത്തിരി ഫ്രഷേഴ്സ് ഉണ്ട്. അവരുടെ വിചാരം മാർക്കറ്റിൽ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് വെറുതെ കിട്ടുന്ന കോൾസും ഇതൊക്കെ എല്ലാം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ലോസ് ആയി കഴിഞ്ഞാൽ, ഒത്തിരി ലോസ് ആയി പിന്നെ നമ്മൾ എങ്ങനെ മറ്റവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബെറ്റർ ചെയ്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെങ്ങനെ പഠിച്ചിട്ടേ നമുക്ക് ശരിക്കും അതിലേക്ക് എൻറ്റർ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ചെറിയ സ്കാൽപ്പ് കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുള്ളൂ. വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ ഗ്രൂപ്പിലും അതൊക്കെ എല്ലാം ഷെയർ ചെയ്യണം. ഫ്രണ്ട്സ്, കലീഗ്സ് എടുത്ത് ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്താലേ അവർക്കൊരു ഹെൽപ്പ് ആകുകയുള്ളൂ. സോ നമ്മുടെ ഈ ഒരു ചാനലാണ് ലേൺ വിത്ത് ഫർമാൻ. ഇതും ഒരു ഗ്രോ ആവണം. ദാറ്റ് മീൻസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്താലേ ഇത് ഗ്രോ ആവുള്ളൂ. സോ പ്ലീസ് എല്ലാവരും കൂടി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ഒത്തിരി പേരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്ക് വേഗം അനാലിസിസ് കിടക്കാം. അനാലിസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പാൻഡ് ട്രയാങ്കിളിൻ്റെ ആ ഒരു ഫോക്കസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആക്ച്വലി എക്സ്പാൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ടൈപ്പ് ആയിരിക്കുള്ളൂ. ഇതിൻ്റെ ഒരു ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ചെറുതായിരിക്കുള്ളൂ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് അത് വലുതായി ഇത് ഇങ്ങനെ വരും. ഇതാണ് എക്സ്പാൻഡ് ട്രയാങ്കിൾ. യൂഷ്വലി ട്രയാങ്കിൾ നമ്മുടെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ടൈപ്പാണല്ലോ യൂഷ്വലി ട്രയാങ്കിൾ ഇതാവുന്നത്. ഓക്കെ, ഇത് ട്രയാങ്കിൾ ഇങ്ങനെയല്ല. ബട്ട് ഇത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രയാങ്കിൾ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആയിരിക്കും. അത് ഇങ്ങനെയാണല്ലോ ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ, ഇത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആയിരിക്കും. ഫസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വലുതായി ഇങ്ങനെ വരുള്ളൂ. സോ നമ്മുടെ ആസ് പെർ ഇല്ലിയറ്റ് വേവ് തിയറി നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇത് മൂവ് ആവുന്നത്. ഫസ്റ്റ് വേവ് ഫ്രം ബോട്ടം വേവ് എങ്ങനെ ഡെവലപ്പ് ആകും, 1ലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് 2 ക്രിയേറ്റ് ആകും. ഓക്കെ, 3 ക്രിയേറ്റ് ആകുമ്പോഴത്തേക്ക് 3 ഒത്തിരി വലുതല്ല, ഒത്തിരി ഒത്തിരി വലുതായിരിക്കുള്ളൂ. മീൻസ് മറ്റേതിനേക്കാളും ഒത്തിരി വലുതും അല്ല, ഫസ്റ്റിനേക്കാളും കുറച്ച് വലുത്. ബട്ട് നോട്ട് ടു മച്ച്. യൂഷ്വലി നമ്മളങ്ങനെയല്ല പഠിച്ചെങ്ങനെ, ഇത് ഭയങ്കര വലുതായിരിക്കുള്ളൂ 3rd വേവ്. ബട്ട് ഇതിനകത്ത് അത്രയ്ക്ക് ഇതൊന്നും ഉണ്ടാവില്ല. കണ്ട, ഈ ഫസ്റ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുള്ളൂ. ആൻഡ് ദെൻ സഡൻ താഴേക്ക് വരും. ആ ഒരു സമയത്ത് സെക്കൻഡ് വേവിടെ ലോ ബ്രേക്ക് ചെയ്യും. കാര്യം മനസ്സിലാക്കണം എല്ലാവരും. സെക്കൻഡ് വേവിൻ്റെ ലോ ചെയ്യും. ആൻഡ് 5th വേവ് ഈ 3rd വേവിൻ്റെ മുകളിലേക്ക് പോകും. അങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് വേവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ. അങ്ങനെയാണ് കൂടുതലായിട്ട് ഇത് മൂവ് ചെയ്യാറുണ്ട്. നമ്മളിത് നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആസ് പെർ പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ SL ഹണ്ട് ചെയ്യും, ഫസ്റ്റ് വേവിൻ്റെ SL ഹണ്ട് ചെയ്യും. ആൻഡ് ദെൻ പിന്നെ ഇത് കഴിഞ്ഞ് സെക്കൻഡ് വേവിൻ്റെ SL ഹണ്ട് ചെയ്യും. ദെൻ 3rd വേവിൻ്റെ SL ഹണ്ട് ചെയ്യും. അങ്ങനെയാണ് ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ മൂവ് ആവുന്നത്. പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന മൂവ്. ഈ 5 കഴിഞ്ഞിട്ട് നമ്മൾ ഈ 5 മൂവ്സ് കഴിഞ്ഞല്ലോ. ഈ 5 മൂവ്സ് കഴിഞ്ഞിട്ട് വരുന്ന മൂവ് ആയിരിക്കും നമുക്ക് നമ്മുടെ മേജർ മൂവ് ആയിരിക്കും. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനകത്ത് 5 മൂവ്സ് കഴിയാതെ ഇതിനകത്ത് നമുക്ക് പ്ലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പർലി വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഒരു 5 മൂവ് കഴിഞ്ഞിട്ട് വരുന്ന മൂവ് ഉണ്ടല്ലോ, ആഫ്റ്റർ 5 മൂവ്സ് വരുന്ന ഒരു മൂവ് ഉണ്ട്. ആ മൂവ് നമ്മൾ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ഏരിയ ആയിക്കഴിഞ്ഞാൽ
എന്ത് ചെയ്യാൻ നമുക്ക് വേഗം അവിടെ സപ്പോർട്ട് നോക്കുക. ആൻഡ് ദെൻ ഈ ഒരു മൂവ് ആയിരിക്കും നമുക്ക് മേജർ മൂവ്. അത് ഹ്യൂജ് മൂവും ഉണ്ടാകും, ഫാസ്റ്റ് മൂവും കിട്ടും. ഈ ലാസ്റ്റ് ലെഗ് ഉണ്ട് 4 to 5 ഇതിൻ്റെ ഹാഫ് ടൈമിൽ ഈ മൂവ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഒരു മാജിക്. നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് നമുക്കത് പ്രോപ്പർലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പ്രോപ്പർലി നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് നമ്മുടെ ചാർട്ടിൽ നോക്കാം ഇത് എങ്ങനെയാണ്. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുക. എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ്. മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 4th വേവിലാണ്. മോസ്റ്റ്ലി ട്രയാങ്കിൾസൊക്കെ ഫോം ആവുന്നത് മോസ്റ്റ്ലി 4th വേവിലാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th വേവ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്താണ്, ടോട്ടലി 5 മൂവ്സ്. 5 മൂവ്സിൽ നമ്മൾ എൻട്രി ചെയ്യാൻ പാടില്ല. സ്കാൽപ്പ് ചെയ്യാം, ബട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന മൂവ്സ് അതാണ് നമുക്ക് പ്രോപ്പർലി നമുക്ക് പിടിക്കാനുള്ളത്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് 1 ഇതാണ് സപ്പോർട്ട് ഏരിയ. ഇവിടുത്തെ പ്രൈസ് അതിനോട് ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കിയിരിക്കുക ആദ്യം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ മെയിൻ ഒരു ഇത് വേണം. മെയിൻ ഒരു ഫോക്കസ് നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. പ്ലേ ചെയ്യാൻ പാടില്ല. എൻ്റെ സജഷൻ അത് തന്നെയാണ്. ഇത് പ്ലേ ചെയ്യാൻ പാടില്ല, നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂവ് നമുക്ക് പ്ലേ ചെയ്യാം. അതിൽ കുറച്ചുകൂടി ബെറ്റർ റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടും. സോ ഇവിടുന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതാണ് 1 2 3 4 ആൻഡ് ദെൻ 5. കണ്ടോ, 5 ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, 5 മൂവ്സ് അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഈ ഏരിയയിൽ എല്ലാവരും കൂടി ഫോക്കസ് ചെയ്യാം. ഞാനിപ്പോൾ അത് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഇവിടുന്ന് പ്രൈസ് എക്സ്പാൻഡിങ് ഇങ്ങനെ ഉണ്ടാക്കി. ഓക്കെ, എക്സാക്ട്ലി ഉണ്ടാക്കണമെന്നൊന്നുമില്ല, പ്രോപ്പർലി നമ്മുടെ ഇത് പെർഫെക്റ്റ്ലി ഉണ്ടാക്കണമെന്നില്ല. ബട്ട് യെസ്, ഇത് ഫോം ചെയ്താൽ അത്രയ്ക്ക് നമുക്ക് കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ് സ്പീഡിലായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് കണ്ടോ ഇവിടെ നിന്ന് മൂവായി. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ശരിക്കും 1 2 3 4 5 ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ കൗണ്ട് ചെയ്യണത് ഇതിനെ ABCDE. അതിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല, ഇനി അതുകൂടി പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കാൻ തുടങ്ങും, പക്ഷേ കൺഫ്യൂസ് ആകും. പിന്നെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ABCD പറയാതെ. ജനറലി എലിറ്റ് വേവിൽ അതിനെ ABCD ആയിട്ടാണ് യൂഷ്വലി കൗണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഓക്കെ, 5 കഴിഞ്ഞിട്ട് ഈ വരുന്ന മൂവ് ഉണ്ടോ, ഷാർപ്പ് മൂവ്, സഡൻ നേരെ ഷാർപ്പ് മൂവ് സഡൻ താഴെ ഈ സപ്പോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ചത് എന്തായിരുന്നു, ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതായിരിക്കും. ഓക്കെ, തേർഡ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വേവിടെ SL എടുക്കും, ആൻഡ് ഫോർത്ത് വേവ് സെക്കൻഡ് വേവിടെ SL എടുക്കും. 5th വേവ് മുകളിലേക്ക് പോകും, അത് 1 3 എല്ലാവരുടെ SL എടുത്തിട്ട് പിന്നെ ഒറ്റയടിക്ക് ഷാർപ്പ് മൂവ് കണ്ടോ. ഇതാണ് ഷാർപ്പ് മൂവ്, നമ്മൾ ഗ്രാബ് ചെയ്യാനുള്ളൊരു മൂവ് ആയിരിക്കുള്ളൂ. അത് ഷാർപ്പ് മൂവാണ് നമുക്ക് തരും അവർ, നമ്മളത് ഗ്രാബ് ചെയ്യേണ്ടതാണ്. ഷാർപ്പ് മൂവ് എപ്പോഴും ഇങ്ങനെയല്ല ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് റിവേഴ്സ് ബൂം, അത് കഴിഞ്ഞിട്ടുള്ള കളിയാണ്. അത് പ്രൈസ് ബൂം. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഓസമായിരിക്കും. ഇത് ലൈവ് മാർക്കറ്റിൽ ഇത് ഫോം ആയതാണ്. ഞാൻ 1-2 പേരെടുത്ത് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു പാറ്റേൺ. ഇത് ലൈവിൽ ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പ്സിൽ 1-2 പേരുണ്ടല്ലോ അവരുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. ഇത് ഓൺഗോയിങ് ആണ്. കാരണം വെച്ചാൽ നമുക്കും കൺഫർമേഷൻ ഡെവലപ്പ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ട്രയാങ്കിൾ നമുക്ക് ഫോമായി കഴിഞ്ഞിട്ടേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ട്രയാങ്കിൾ പാറ്റേൺ ഫോമായി നേരത്തെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് ട്രയാങ്കിൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഞാനും ഇത് നമ്മളെ ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇത് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൈസ് താഴേക്ക് വന്നു. പിന്നെയാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞത് പ്രൈസ് ഇനി ഇവിടുന്ന് ബൂം ചെയ്യാൻ പോവുക. കാരണം വെച്ചാൽ 4th വേവിൽ ഇത് ഫോം ആവുള്ളൂ. യൂഷ്വലി 4th വേവിൻ്റെ ഇത് റെയർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ കൺഫേംഡ് റെയർ പാറ്റേൺസ് ആയിരിക്കും. എന്ന് വെച്ചാൽ 4th വേവിൽ ഫോം ചെയ്യുള്ളൂ, എപ്പോഴും ഫോം ചെയ്യാറില്ല. ഇത് 4th വേവിൽ നിങ്ങൾ പഠിച്ചിങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ആൻഡ് ട്രിപ്പിൾ തി കറക്ഷൻ ആണല്ലോ. സോ 4th വേവിൽ ഇത് ഫോം ചെയ്യും. യൂഷ്വലി എങ്ങനെയാണ് കണ്ടേക്കന്നെ 4th വേവിൽ ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് 5th വേവിലേക്ക് എൻറ്റേർഡ് ആവും. 5th വേവ് കണ്ടോ ബൂം, ഫുള്ള്
പ്രൈസ് റിവാർഡ്സ് ആൻഡ് ദെൻ മുകളിൽ എത്ര ടോപ്പ് വരെ പോയിക്കണം. ഇതൊക്കെ ലേണിംഗ് ലെസൺസ് ആണ്, പഠിക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. ലൈവ് മാർക്കറ്റിലുണ്ടായ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുത്തായിരുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കളീഗ്സിനോട് ഷെയർ ചെയ്തായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇതായിരുന്നു ആ ഒരു സ്ക്രീൻഷോട്ട്. ലൈവ് മാർക്കറ്റിൽ അന്ന് ഇത് മാർക്കറ്റ് ഇവിടെ കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഫോം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനുള്ളത് എങ്ങനെയാണ് അതൊക്കെ. സോ ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് എക്സാക്ട്ലി ഫോമായി 1 2 3 4 5 ആൻഡ് ദെൻ പ്രൈസ് താഴെ വന്നു, സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് പ്രൈസ് ബൂമായത്. സോ അതിൻ്റെ നെക്സ്റ്റ് സ്ക്രീൻഷോട്ടാണ് അത്. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാൻ കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ഇതാണ് നെക്സ്റ്റ് സ്ക്രീൻഷോട്ട്. പ്രൈസ് ഇവിടെ നിന്ന് ബൂം ചെയ്തു, കറക്റ്റ്ലി ഷൂട്ട് ചെയ്തിട്ട് നേരെ നിന്നത് 81.20%ലാണ്. അവിടെ ജസ്റ്റ് പോസ് എടുക്കും. ആൻഡ് ദെൻ ഈ ഒരു ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, നമ്മുടെ മുകളിലത്തെ ട്രെൻഡ് ലൈൻ അവിടെ സ്റ്റോപ്പും ചെയ്യും. അവിടെ പോസ് എടുക്കും. റെസിസ്റ്റൻസും ആയിരിക്കും. ഓവറോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. പിന്നെ അവിടുന്ന് ഫെർദർ അപ്സൈഡ് കിട്ടും. ബട്ട് ഒരു ഡിപ്പ് തന്നിട്ടേ പിന്നെ പോകുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ബോട്ടത്തിൽ വരുന്ന ഒരു ടാർഗറ്റ് ആയിരിക്കും അവിടെ ഇങ്ങനെ. സോ അതാണ് ഇതൊരു ലൈവ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് പറയാം. ഇത് കണ്ടോ, പ്രോപ്പർലി കണ്ടോളൂ എല്ലാവരും കൂടി. ഓക്കെ, ഐ ഹോപ്പ് സോ നിങ്ങളെല്ലാവരും കൂടി കണ്ടിട്ടുണ്ടാവും അത്. ഓക്കെ, സോ ഇനി വരുന്നത് നെക്സ്റ്റ് ഒരു മേജർ പറയാനുള്ളത് എനിക്ക് ഇതിനകത്ത് എന്താണ്. ഓക്കെ, ഇത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിട്ടുണ്ടാകും. ഇനി വരുന്ന നമ്മുടെ ഈ ഒരു മൂവാണ്. ഇതിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ബട്ട് 15 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഒക്കെ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആലോചിക്കണം. നല്ല ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും ഇതിനകത്ത്. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, നോക്കുക. ലൈവ് മാർക്കറ്റിൽ എപ്പോഴാണ് ഇത് ഫോം ആവുന്നത്. മോസ്റ്റ്ലി ഇത് സൈഡ് വൈസ് മാർക്കറ്റിൽ ആണ് ഫോം ആവാറുള്ളൂ. മോസ്റ്റ്ലി അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്, സൈഡ് വൈസ് മാർക്കറ്റിൽ ഫോം ആവുള്ളൂ. ഓക്കെ, ഇനി രണ്ട് മേജർ റൂൾസ് ഇതിനകത്ത് എന്താ ഉള്ളത്. ഈ വരുന്ന മൂവ്സ്, ഇതിനകത്ത് എല്ലാ മൂവ്സ് ഉണ്ടല്ലോ. ഈ വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4, വേവ് 5 എല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിം, ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി സ്മോളാണ്. ബട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ എപ്പോഴും ഇപ്പോൾ 15 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ആണെങ്കിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ 3 മൂവ്സ് ഉണ്ടാകുള്ളൂ. 1 2 3 1 2 3 ഒക്കെ 3 മൂവ്സ് ഉണ്ടാകുള്ളൂ. നമ്മൾ മോസ്റ്റ്ലി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത് മോസ്റ്റ്ലി. സോ 3 മൂവ്സ് ലെറ്റ് വേവിൽ 1 2 3 4 5 മൂവ്സ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് എല്ലാ വേവ്സ് അല്ല കൗണ്ട് ചെയ്യുന്നത്, എല്ലാ മൂവ്സിൽ 3 ഇൻറ്റേർണൽ മൂവ്സ് ഉണ്ടാകുള്ളൂ. പിന്നെ നെക്സ്റ്റ് മേജർ എന്ന് പറയാനുള്ളത് എന്താണ്, നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ലാസ്റ്റ് ലെഗ് ഉണ്ടല്ലോ, നമ്മുടെ ലാസ്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വേവ് ഇതായിരുന്നു നമ്മുടെ ഇത്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര ടൈം എടുത്തു, അതിൻ്റെ മോസ്റ്റ്ലി ഹാഫ് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇത് മോസ്റ്റ്ലി എത്ര 3-4 ക്യാൻഡിൽ മുന്നേ തന്നെ മറ്റേ ഇത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മൂവ് ആഫ്റ്റർ 5 മൂവ്സ് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന മൂവ്സ്. ഓക്കെ, ലാസ്റ്റ് മൂവിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ടൈം ഫ്രെയിമിൽ, ഹാഫ് ടൈം ഫ്രെയിം ഹാഫ് എന്ന് പറയാനില്ല, ഈ സ്പീഡിൽ അവർ തീർക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇത് എടുത്തേക്കുന്ന ഓൾമോസ്റ്റ് ഇത് ഇത്രയാണ്. ഓക്കെ, ഇത്ര കണ്ടിൽസ് അത് കൗണ്ട് ചെയ്യുക ഏകദേശം എത്ര കണ്ടിൽസാണ്. ഓക്കെ, സോ അതിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് സ്പീഡിൽ ഇത് അവർ താഴേക്ക് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു കാൻഡിൽസ് ഇത് കണ്ടോ, ഏകദേശം ഇത് ഇത്ര പിടിച്ചെങ്ങനെ അതിൻ്റെ സ്പീഡിൽ തന്നെ ഓർ അതിൻ്റെ ഡബിൾ സ്പീഡ് എന്ന് പറയാം. ആ സ്പീഡിൽ അവർ മൊത്തത്തിൽ മുകളിലേക്ക് ബ്രേക്ക് ഔട്ടും തരും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. അതാണ് നമ്മൾ യൂഷ്വലി നമുക്ക് കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് എപ്പോഴാണ് അത് ആ ഒരു ബിഗ് ബ്രേക്ക് ഔട്ട് നമുക്ക് തരത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്പീഡ് ദാറ്റ് മീൻസ് ആസ് പെർ ഓപ്ഷൻ ബൈ നമുക്ക് എവിടെയാണ് ഇങ്ങനെ നമുക്ക് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, സോ ലേണിംഗ് വീഡിയോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഇത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ വീഡിയോ ആണ്. മസ്റ്റായിട്ട് എല്ലാവരും കൂടി പഠിക്കുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കലീഗ്സ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. സോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.